കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ കസേരയിലെത്തുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് പുതിയ DGP-ആയി റവാഡ എ ചന്ദ്രശേഖരെ സർക്കാർ നിയമിക്കുന്നത്. തലശ്ശേരി ASP ആയിരിക്കെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന്റെ പങ്കിനെ ചൊല്ലി മുൻപ് വിവാദമുണ്ടായിട്ടുണ്ട്. റവാഡയുടെ സർവീസിനോളം പഴക്കമുണ്ട് വിവാദങ്ങൾക്കും. കണ്ണൂർ ASP ആയിരിക്കെ റവാഡ ചന്ദ്രശേഖറാണ് കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയത്. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി MV രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിൽ എത്തിയതായിരുന്നു DYFI പ്രവർത്തകർ. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു രാഘവൻ. ഇരമ്പിയെത്തിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. തുടർന്ന് കല്ലേറും സംഘർഷവുമുണ്ടായി. കണ്ണീർവാതക ഷെല്ലുകളടക്കം പ്രയോഗിച്ചിട്ടും പ്രതിഷേധം നിലയ്ക്കാതായതോടെ പോലീസ് നിറയൊഴിച്ചു. അന്ന് ആ വെടിവെപ്പിന് നേതൃത്വം നൽകിയത് റവാഡയായിരുന്നു. 5 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. അടുത്തിടെ മരിച്ച പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. പിൻകഴുത്തിൽ വെടിയേറ്റ് സുഷുമ്നാ നാഡി തകർന്ന് കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു പുഷ്പന്. ASP-ആയി നിയമിതനായി പിറ്റേന്നു തന്നെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. ഇതോടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം കയ്പ് നിറഞ്ഞതായി. 1995-ൽ പോലീസുകാർക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്നാണ് കേസെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അന്ന് റവാഡയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തപ്പെട്ടു. പക്ഷേ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുണ്ടായിരുന്ന പോലീസുകാർക്ക് കൊല നടത്താനുള്ള വ്യക്തിവൈരാഗ്യമില്ലായിരുന്നുവെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി 2012-ൽ റവാഡയുൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കി. പ്രതികൾ വെടിവെക്കാൻ ഉത്തരവിട്ടുവെന്ന പരാതിക്ക് തെളിവില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് IB-യിലെത്തിയതോടെ റവാഡയുടെ കരിയറിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മുംബൈയിൽ അഡീഷണൽ ഡയറക്ടറായി തുടങ്ങിയ റവാഡ പ്രവർത്തന മികവും കാര്യക്ഷമതയും കൊണ്ട് സ്പെഷ്യൽ ഡയറക്ടറായി ഉയർന്നു. 1991 ബാച്ച് കേരള കേഡർ IPS ഓഫീസറായ റവാഡ അടുത്തിടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായും നിയമിക്കപ്പെട്ടിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം പത്തനംതിട്ട ASP, പാലക്കാട് ക്രൈംബ്രാഞ്ച് SP, തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പിന്റെ പശ്ചാത്തലത്തിൽ നിയമനം രാഷ്ട്രീയ പ്രശ്നമാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം സർക്കാർ തള്ളിക്കളഞ്ഞാണ് റവാഡയെ തന്നെ DGP-ആക്കിയത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്ത് എത്തുന്നയാൾ എന്നൊരു പ്രത്യേകതയും റവാഡയ്ക്കുണ്ട്. തിരുവനന്തപുരത്തെ കമ്മീഷണറായിരുന്ന കാലത്താണ് UN ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. തിരികെ എത്തിയ ശേഷം SCRB-യിൽ IG-ആയി. വൈകാതെ IB-യിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷനിൽ പോയി. നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നിർണായക തസ്തികകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് IB-യുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തപ്പെട്ടു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ ഇനി പോലീസ് മേധാവിയുടെ കസേരയിൽ ഇരിക്കുന്നത്. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ലഭിച്ചു. 1 വർഷം കൂടി സർവീസ് കാലാവധിയുള്ള റവാഡ പോലീസ് മേധാവിയാകാനുള്ള സന്നദ്ധത മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ടറിയിച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ് റവാഡ ചന്ദ്രശേഖർ. കൃത്യതയാണ് റവാഡയെ ഔദ്യോഗിക ജീവിതത്തിലും അല്ലാതെയും ഏവർക്കും പ്രിയങ്കരനാക്കിയത്. മകൻ സിവിൽ സർവീസുകാരനാകണമെന്നായിരുന്നു കർഷകനായ അച്ഛൻ റവാഡ വെങ്കിട്ടറാവുവിന്റെ ആഗ്രഹം. പഠിച്ചു വളർന്ന ചന്ദ്രശേഖരന്റെ ആഗ്രഹം ഡോക്ടറാകാനും. MBBS കിട്ടാത്തതിനാൽ പിന്നീട് പഠനം അഗ്രികൾച്ചറൽ പഠനത്തിലേക്കെത്തി. തുടർന്ന് PG കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസ് പരീക്ഷിക്കാമെന്ന് കരുതി. 1991 ബാച്ചിൽ IPS-കാരനായി അച്ഛന്റെ ആഗ്രഹം സാധിച്ചു. UPSC തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ 2ാമത്തെയാളാണ് റവാഡ. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് മറ്റു 2 പേർ. 2026 ജൂലൈ അവസാനം വരെയാണ് ചന്ദ്രശേഖരന്റെ സർവീസ് കാലാവധി. എന്നാൽ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് 1 വർഷം കൂടി സർവീസ് കാലാവധി നീട്ടി നൽകാനാകും. അതേസമയം സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡയെ സർക്കാർ നിയമിച്ചത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലെന്ന് മുതിർന്ന CPM നേതാവ് P. ജയരാജൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. പട്ടികയിലുള്ള ഒരാളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിച്ചു. നിയമനം വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുമാണ് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നിർദ്ദേശം നൽകിയ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥനായ റവാഡയെ പോലീസ് തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായി പ്രശ്നമാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് P. ജയരാജന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയം.